ഗൈസ് അസ്സലാമു അലൈക്കും. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. മഴയും പ്രളയവും എല്ലാം മാറി എല്ലാവരും സേഫായി ജോലിക്കെല്ലാം പോയി തുടങ്ങിയെന്ന് വിശ്വസിക്കുന്നു. ഈ പ്രളയം വന്ന സമയത്തെ പാല് വാങ്ങിയായിരുന്നു. പക്ഷെ അത് 2 ദിവസം കഴിഞ്ഞപ്പോഴേക്കും പാലത് പിരിഞ്ഞു. അപ്പോൾ അത്യാവശ്യം ക്വാണ്ടിറ്റിയിലാണ്. അത് വെറുതെ കളയണ്ടല്ലോ എന്ന് വെച്ചിട്ട് അത് വെച്ചിട്ടൊരു പുതിയൊരു ഐറ്റം ഉണ്ടാക്കി നോക്കാൻ പോവാണ്. അപ്പോൾ നമുക്കും കൂടി നോക്കിയാലോ. കണ്ടോ, പാല് പിരിഞ്ഞിരിക്കുവാണ്. അപ്പോൾ ഞാനപ്പോൾ അതിലേക്ക് അതൊന്ന് അരിച്ചെടുക്കാൻ പോവുകയാണൊന്ന്. നമുക്കപ്പോൾ ഇതൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഈ പാല് പിരിഞ്ഞത് നന്നായിട്ട് അരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്, വെള്ളം വറ്റിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് പാൻ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് ഒന്ന് കിണ്ടി കൊടുക്കാം. നെയ്യ് നന്നായി ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആദ്യം ഒന്ന് കശുവണ്ടി മുന്തിരി ഒന്ന് വറുത്ത് കോരാം. നെയ്യ് വറുത്ത് വരി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പാല് പിരിഞ്ഞത് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ. നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അതിലേക്ക് നമുക്ക് 2 ഏലക്കയുടെ തരി നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അത്യാവശ്യം ഇതിലെ വെള്ളമൊക്കെ നന്നായി വറ്റി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നമ്മൾ മിൽക്കോവ ഇവിടെ റെഡിയായിക്കൊണ്ടിരിക്കുവാണ്. ഇതിലേക്ക് നമുക്ക് ലാസ്റ്റായിട്ട് വറുത്ത് പൊടിച്ചിരിക്കുന്ന കശുവണ്ടി മുന്തിരി വന്നിട്ട് ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് അതിലേക്കൊന്ന് സെറ്റ് ചെയ്ത് വെക്കാം കേട്ടോ. മിൽക്ക് വെള്ളം ഇവിടെ സെറ്റായിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഉണ്ടെങ്കിൽ കുറച്ച് ബദാം ഒന്ന് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തതോ അതുപോലെ തന്നെ പിസ്ത അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഒന്നുകൂടി ഗാർണിഷ് ചെയ്യാം. ഞാൻ ഒന്നുകൂടി ഗാർണിഷ് ചെയ്തിട്ട് ഒന്നുകൂടി കാണിക്കാം കേട്ടോ. ഫൈനൽ ലുക്ക് എങ്ങനെയുണ്ട്? ഇഷ്ടമായോ? ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കുവാണെങ്കിൽ ഒന്ന് കമൻറ്റ് അറിയിക്കണേ.